ഹായ് കൂട്ടുകാരെ, മഴ കാരണം മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അപ്പം ഇന്ന് ഞാൻ പോകുന്നില്ല. വിജിയുടെ വീട്ടിൽ പോയി. അവിടെ 3 പട്ടിക്കുട്ടികളുണ്ടെന്ന് അവൾ പറഞ്ഞു. അപ്പം ഞാൻ അതിനെ കാണാൻ വേണ്ടി പോയി. നല്ല സ്മാർട്ടായ 3 പട്ടിക്കുട്ടികൾ. അവരെ എടുത്ത് വിജിയുടെ മോൻ എനിക്ക് കാണിച്ചു തന്നു. പിന്നീട് ഞാൻ അടുക്കളയിലെത്തി. പാല് വന്നിട്ടുണ്ട്, ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അതിനുശേഷം മെല്ലെ എന്താണ് പലഹാരമെന്ന് ഇങ്ങനെ ആലോചിച്ച് നടന്നു. അപ്പോഴാണ് ബ്രോക്കൺ വീറ്റ് ഇരിക്കുന്നത് കണ്ടത്, ഗോതമ്പ്. അത് ഞാൻ എടുത്തു. ഇതൊന്ന് കഴുകണം, അതിന് മുമ്പൊന്ന് വറുത്തെടുത്തിട്ട് വേണം കഴുകിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് കുക്കർ തിരയുകയാണ്. വലിയ കുക്കർ വേണം, ചെറുത് പറ്റില്ല. അപ്പോൾ വലിയ കുക്കറൊന്ന് എടുത്തു. ഇനി ഇതിലേക്ക് ഉള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കണം. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. 2 കപ്പളവിലാണ് ഗോതമ്പ് നുറുക്കെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വറുത്ത് വെള്ളത്തിലിടണം. വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നാളികേരം ഒരെണ്ണമാണ് ചിരവി എടുത്തിട്ടുള്ളത്. നിറയെ നാളികേരം ഇടുന്നത് എനിക്കിഷ്ടമാണ്. കടുകും ഉഴുന്നുമുണ്ട്, നെയ്യുമുണ്ട്. ഇനി നേരെ കുഞ്ഞടുക്കളയിലേക്ക് പോയി ഉപ്പുമാവ് പാകം ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ വിറകടുപ്പ് കൂടി ഉണ്ട്. അപ്പം ഞാൻ കുക്കറായതുകൊണ്ട് ഗ്യാസിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി 2 കപ്പ് ഗോതമ്പ് നുറുക്കിന് 3.5 കപ്പ് വെള്ളമാണ് എടുത്തത്. വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നെയ്യ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. നല്ല നറു നെയ്യാണ് വീട്ടിൽ ഉണ്ടാക്കിയത്. അത് രണ്ടും ചൂടായി വരുമ്പോൾ നമ്മൾ കടുകും ഉഴുന്നും ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ബ്രൗൺ കളറാകുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. കറിവേപ്പില നിറയെ ചേർത്താൽ നല്ല മണമുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് വെള്ളവും ഗോതമ്പും ഇടുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഈ ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചത് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം അടച്ചിട്ട് 1 വിസിൽ ആയിക്കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ഗോതമ്പ് ഉപ്പുമാവ് റെഡി. അച്ഛന് ഈ ഉപ്പുമാവ് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പണ്ട് സ്കൂളിൽ പോയ സമയത്ത് നമുക്ക് ഉപ്പുമാവ് വേവിച്ച് തരുന്നതൊക്കെ ഓർമ്മ വരും. അങ്ങനെ വിസിൽ വന്നു കഴിഞ്ഞു. ഇനി ഇത് ആവി പോയതിന് ശേഷം തുറക്കണം. 1 വിസിൽ മാത്രമാണ് വന്നത്. ഇത് ആവിയൊക്കെ പോയിട്ടുണ്ട്, നല്ല പാകത്തിൽ വന്നിട്ടുണ്ട്. ഉഴുന്ന പരിപ്പൊക്കെ ഇങ്ങനെ മുകളിൽ കിടക്കുന്നുണ്ട്. ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി നമുക്ക് ചൂടാറാത്ത ഒരു പാത്രത്തിലാക്കാം. അതിന് ശേഷം ഞാനും അച്ഛനും കൂടി ഇത് കഴിക്കാൻ പോവുകയാണ്. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് പുള്ളി അവിടെയാണ്. അപ്പോൾ ഇതാ ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അച്ഛനൊന്ന് വിളമ്പി കൊടുക്കണം. കൂടെ തന്നെ പരിപ്പിട്ടൊരു സാമ്പാർ കൂടിയുണ്ട്. അത് നല്ല രുചിയിൽ ഈ ഉപ്പുമാവിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക സാമ്പാറാണ് ഉണ്ടാക്കിയത്. സെയ്ദ് അലവി കുറേ വെണ്ടയ്ക്ക തന്നിരുന്നു, അതുകൊണ്ടൊരു സാമ്പാർ കൂടി ഉണ്ടാക്കി. അതും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. പഴം പുഴുങ്ങിയതോ കടലക്കറിയോ ഒക്കെ പറ്റും, ചട്ടണിയും പറ്റും. അപ്പം നല്ല സ്വാദോടു കൂടി അച്ഛൻ അതിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനും ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ കറിയൊന്നും എടുക്കുന്നില്ല. അപ്പം ഞാൻ കുറച്ച് കറിയൊക്കെ വിളമ്പി കൊടുത്തു. അപ്പം അച്ഛൻ അതൊക്കെ ചേർത്ത് അങ്ങനെ കഴിക്കുകയാണ് രുചിയോടുകൂടി. അപ്പം അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. നല്ല കുമ്പളങ്ങ എനിക്ക് സെയ്ദ് അലവി തന്നിരുന്നു. ആ കുമ്പളങ്ങ വെച്ചുകൊണ്ട് ഞാൻ നല്ലൊരു അവിയലുണ്ടാക്കി. സാമ്പാറും അവിയലും ചോറും ഒക്കെ എല്ലാവരും കൂടെ കഴിച്ചു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അതിന് ശേഷം കുറച്ച് മഹാഭാരതം ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു, ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇലയട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള ഒഴിവ് ദിവസങ്ങളിലൊക്കെയാണ് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അരിപ്പൊടിയൊക്കെ കുഴച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് ശർക്കരയും നാളികേരവും മാത്രം നല്ല വാഴയില തൊടിയിൽ നിന്ന് കൊണ്ടുവന്ന് പരത്തി അട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അടുപ്പൊക്കെ കൂട്ടി അടുപ്പത്ത് 10 മിനിറ്റാണ് വേവ്. അതൊക്കെ വെച്ചു. ഇനി അത് വേവിച്ച് 4 മണി ചായയുടെ ഒപ്പം ഞങ്ങൾ കഴിക്കും. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്കും ഓരോന്ന് കൊടുക്കും. അങ്ങനെ അടപ്പണിയൊക്കെ കഴിഞ്ഞു.
അത് കഴിഞ്ഞ് ഞാനൊരു ചായ ഉണ്ടാക്കി. ആ ചായയിൽ കുറച്ച് ശർക്കര വാർന്ന് എനിക്കുള്ള ചായ ഞാൻ റെഡിയാക്കി. അങ്ങനെ ശർക്കര ഇട്ടൊരു ചായയും കുടിച്ച് ഒരു അടയും തിന്നാൻ തീരുമാനിച്ചു. അങ്ങനെ അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചായയുടെ ഒപ്പം ഒരു ഇലയട നല്ല ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ചൂടാറുന്നതേ ഉള്ളൂ. ഒന്ന് ചൂടാറിയിട്ട് ഇലയട കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് ചൂടാറട്ടെ എന്നും വിചാരിച്ച് നേരെ എൻ്റെ മെഷീൻ്റെ അടുത്തേക്ക് പോയി. വല്ലപ്പോഴും ഒന്ന് എണ്ണയൊക്കെ കൊടുത്ത് ചവിട്ടിയിടണം, അല്ലെങ്കിൽ അത് കേട് വന്നു പോകും. അപ്പോൾ കുറച്ച് 2-3 ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിച്ചു. എടുത്ത ശേഷം വണ്ണം കുറച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് വണ്ണം കുറച്ചെടുക്കാമെന്ന് കരുതി മെഷീനൊക്കെ ഒന്ന് തുടച്ച് എണ്ണ കൊടുത്ത് നൂലൊക്കെ ഒന്നിട്ട് കുറച്ച് സമയം അതിൻ്റെ പിന്നിൽ ചിലവഴിച്ചു. ഒന്ന് ചവിട്ടി നോക്കി. മെറിറ്റിൻ്റെ പഴയ മെഷീനാണ്. ഞാനിത് മാറ്റിയിട്ടേ ഇല്ല. ഇതൊരു 19 വർഷമായി എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ചുരിദാറോ അല്ലെങ്കിൽ മാക്സികളോ ഒക്കെ അടിക്കാൻ മാത്രമേ ഉപയോഗിക്കൂ. തുന്നലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തുന്നാൻ സമയമില്ല. അതുകൊണ്ട് ഈ പണികളൊക്കെ ഞാൻ എടുക്കും. അപ്പോഴേക്കും വൈകുന്നേരമായി. ഞാൻ കുറച്ച് തുണിയൊക്കെ മെഷീനിലിട്ടിരുന്നു. അതൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടു. പിന്നീട് ഈ വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ബാൽക്കണിയിൽ വന്നിരിപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികളിലേക്ക് നീങ്ങാൻ. 2 ദിവസമായി മഴയായതുകൊണ്ട് കണ്ടനെ കണ്ടിട്ട് അതാ കിടക്കണു. വിറക് പെരയിന്ന് ചാടി എന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി തൊടിയിലെന്തോ നോക്കാൻ പോയതാ. അപ്പം ഇനി ചോറും കറികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വൈകുന്നേരം കഴിച്ച് പാത്രവും കഴുകി വെച്ച് കിടന്നുറങ്ങും. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം സൂപ്പറായി. 10 മണിക്ക് കിടന്നുറങ്ങും. മുറ്റത്തിങ്ങനെ പച്ചക്കറികളെയൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് സമാധാനമാണ്. എന്തൊരു സന്തോഷമാണെന്നോ. ഞാൻ പൂച്ചെടികളെക്കാളും ഏറെ പച്ചക്കറികളെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.